മഴ തോറും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന എല്ലാവരെയും കൂട്ടി ഇഷ്ടപ്പെടുത്തോടെ എപ്പോഴും ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒരു ഭയങ്കര അസൂയയോടെ നോക്കുന്നതാണ് വൈജയന്തി. എന്നാൽ വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മക്കളിപ്പോൾ എൻ്റെ കൂടെ ഇരിക്കാൻ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല, വന്ന ഉടനെ അവളെടുത്താ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് അവളുടെ പ്രവൃത്തി കാരണോ? നീ അങ്ങനെയാണോ? നീയാണെങ്കിൽ ഭദ്രകാളി നിൽക്കും പോലെ നിൽക്കുകയല്ലേ, പിന്നെ ആരാ നിന്റെ അടുത്ത് വരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ, എവള് വന്നേ പിന്നെയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അത് നിങ്ങളൊരു കാരണമാ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് ഇനി അടി വാങ്ങാൻ വേണ്ടിയായിരിക്കുന്നേ, നീ ഇനി ഞാൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ബഹളം വയ്ക്കാനാണോ നിന്റെ പുറപ്പാടെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ വീട്ടിൽ പോയതല്ലേ, വീണ്ടും ഇതിനെ തിരിച്ചു വന്നേ, എനിക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. ഞാൻ പുറത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും ഇട്ടിരിക്കുന്ന കണ്ടു, എന്തോന്ന് കളിയും ചിരിയാ, ഞാൻ ഇവിടെ ഇല്ലാത്ത ഒരു ഇതും കാണാനില്ലല്ലോ ഈ വീട്ടില്, നീ പോയെന്ന് പറഞ്ഞ് നമ്മളിവിടെ കരഞ്ഞോണ്ടിരിക്കാനോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഇത് കേട്ടിട്ട് കൃഷ്ണ വരുന്നുണ്ട്. എന്താ അമ്മ ഇവിടെ വന്ന ഉടനെ വഴക്കാണോ? അമ്മ എന്താ പിന്നെ അവിടെ നിൽക്കാത്തെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും പറയുന്നുണ്ട്, എന്താ ഞാൻ അവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഇവിടെ നിൽക്കുന്നോ? അമ്മ ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം, അമ്മ പോയതല്ലേ, പിന്നെ ഞങ്ങളെന്ത് പറയാനാ, ചേച്ചിയാണെങ്കിൽ ഇവിടെ നിൽക്കും, എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബബിതയും വരുന്നുണ്ട്. അമ്മേ അവിടെ നിന്നോട്ടെ, അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് വൈജയന്തി പറയുക, നീ നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഇങ്ങനെ എടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നേ, എനിക്ക് ആരുടെ സംസാരം എനിക്ക് കേൾക്കണ്ട, എനിക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സ് അതെടുക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ചുമ്മാതാ എന്തെങ്കിലും കാര്യം കേൾക്കാൻ വേണ്ടി വന്നതാ, പിന്നെ ഇവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അലീനയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇന്നപ്പോൾ തന്നെ എപ്പോഴും പറയുമായിരുന്നു അവിടുത്തെ നേഴ്സുമാർ സ്വന്തം മോളെ പോലെയാണ് നോക്കിയിരുന്നതെന്ന്. എന്നാൽ അതുപോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അവൾക്ക്, എന്ത് ചെയ്യാനാ, നന്നാവത്തില്ല അത് തന്നെയാ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തുമായിട്ട് പോയിട്ട് ഒരു കാര്യവും നടന്നില്ല. കോളേജിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരെയും വഴക്കും കേട്ട്, അത് മാത്രമല്ല നല്ല കാര്യം ഒരാളും പറഞ്ഞില്ല. എന്തായാലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ തന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇന്നുള്ളത്. അതുകൊണ്ട് അലീന ഭയങ്കര സങ്കടത്തിലാണ്. അലീനയാണെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്, ഞങ്ങൾ പോയ കാര്യം ഒന്നും നടന്നില്ല, എന്തായാലും അവർക്ക് അവിടെ ചേർക്കാൻ കഴിയില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അലീന, വേറെ ഏതെങ്കിലും തരത്തിൽ വഴി തുറക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് തന്നെയാ മോൻ വിഷമിക്കണ്ട, നമുക്ക് ഒരു ചെറിയൊരു പാഠം എന്ന രീതിയിൽ നമുക്കൊരു അബദ്ധം പറ്റിയതാ, എന്തായാലും അതൊക്കെ നമുക്ക് മാറും, നല്ല കാലം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു കാര്യം വെച്ച് മക്കൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, രണ്ടുപേർക്കും വിഷമമുണ്ട്, എന്നാലും ഞങ്ങൾക്കിനേക്കാൾ വിഷമമുള്ളത് അച്ഛനാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഒന്ന് മാറിപ്പോട്ടെ, ഏത് കാര്യം വന്നിരുന്നാലും നമുക്ക് അങ്ങനെ തന്നെ മാറ്റിപ്പോവാന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലത് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി വരികയും വൈജയന്തി പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ഒന്നും മിണ്ടാതെ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. പുറത്ത് കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഡ്രൈവർ പറയുക, എന്തായാലും ഞാനാണെങ്കിൽ വിചാരിച്ചു ഇന്ന് നിൽക്കുകയായിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും എന്താ ഞാനിത്തിരി താമസിച്ചോ, ഞാൻ ഉടനെ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇനി കുറച്ച് സാധനം വാങ്ങാനുണ്ട്, വാങ്ങിച്ചിട്ട് തറവാട്ടിലോട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് വൈജയന്തി. അങ്ങനെ എനിക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും അവളാണെങ്കിൽ ഒന്നും അറിയണ്ടല്ലോ, അവൾക്കാണെങ്കിൽ മോൻ്റെ കാര്യം എന്തായി എന്നൊന്നും പോലും ചോദിച്ചില്ല, എന്തായാലും വിഷമം കാണുമായിരിക്കും വശ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും എല്ലാം നല്ലത് തന്നെ ആയി വരട്ടെ, അല്ലാതെ പിന്നെ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. രോഹിത്താണെങ്കിൽ വീണ്ടും വിഷമിച്ചിരിക്കുക, ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലചന്ദ്രൻ പറയുക, വിഷമിക്കേണ്ട കാര്യമില്ല, എന്തായാലും എല്ലാം നേരെയാവും, ഇനിയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസത്തേക്ക് ഇവിടെ മാറി നിൽക്കുന്നതാണ് നല്ലത്
എന്ന് പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കാണെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, എനിക്കത് ഉറപ്പാണ്, ഏതെങ്കിലും വഴി തുറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണയും പറയുന്നു, എൻ്റെ മനസ്സും അങ്ങനെ പറയുന്നുണ്ട് ചേച്ചിയെ പോലെ തന്നെ, അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, എന്നത്തെ പോലെ തന്നെയാണ് നമുക്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുക, നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാം, രോഹിത്തുമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം ഇടയ്ക്ക്, അല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവന് തന്നെ ബോറടിക്കുക. അത് ശരിയാ, നമുക്ക് പുറത്തോട്ടൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് പോവാം, അല്ലാതെ പിന്നെ ഈ വീട്ടിനകത്ത് ഇരുന്നിട്ട് എന്താ ഒരു ബോറടിയാ എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ അലീന ചേച്ചി ഉണ്ടെങ്കിൽ നമുക്ക് ബോറടിയൊന്നുമില്ല എന്ന് ബബിതയും പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുക, പണ്ടാണെങ്കിൽ എവിടെ പോകാൻ വേണ്ടിയും ചാടിത്തുള്ളി നിൽക്കുന്ന ആളാ, ഇപ്പോഴത്തേക്കും അലീന വന്നേ പിന്നെ ഒരിടം പോകണ്ട, അലീനയുടെ അടുത്തിരുന്നാൽ മതി, അലീനയുടെ കാര്യം നോക്കിയെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന പറയുന്നത്, എനിക്കും അത് സന്തോഷമുള്ള കാര്യമല്ലേ, എനിക്ക് ആരുമില്ലായിരുന്നു, നിങ്ങളൊക്കെ ഇപ്പം കിട്ടിയത് എനിക്ക് തന്നെ വളരെ സന്തോഷമുള്ള, അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്തോ ഒരു സ്വർഗം കിട്ടിയതുപോലെയാണ് എനിക്ക് നിങ്ങളെയൊക്കെ, അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് ബാലചന്ദ്രനോടത്ത് പറയുന്നുണ്ട് അലീന. ഇത് കേട്ടത് അലീന വീണ്ടും പറയുന്നു, നമുക്ക് അമ്മ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എത്രയും പെട്ടെന്ന്, അതാ ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്.